ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബോൺസായി ആക്കാൻ പറ്റിയ കുറച്ച് സക്കുലൻസിനെ കാണാം. ഓക്കെ, ഇതൊക്കെ ക്രസുല്ല വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സാണ്. ജേഡ് പ്ലാന്റ്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ യൂണിയംസ്, സീഡംസ്, ഇത്രയും ചെടികളെ നമുക്ക് ബോൺസായികളാക്കി വളർത്താൻ പറ്റുന്ന ചെടികളാണ്. ബോൺസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പ്ലാന്റ്സായിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ഒത്തിരി കാലം നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള സ്റ്റെമ്മുകളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ബോൺസായികളാക്കി വളർത്താൻ വളരെ സ്യൂട്ടബിളാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കുറച്ച് വെള്ളം മതി. ഇവരൊക്കെ വരണ്ട പ്രദേശങ്ങളിൽ വളർന്നിട്ടുള്ള അവരുടെ ഒരു ഹാബിറ്റാറ്റ് അങ്ങനെയാണ്. അഥവാ അവർ ജീവിച്ചിട്ടുള്ളത് വരണ്ട പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ്. അതുപോലെ തന്നെ ഇവരെ കറക്റ്റായി പ്രൂൺ ചെയ്ത് നല്ലൊരു പോട്ടിംഗ് മിക്സും കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇവരെ ബോൺസായികളാക്കി വളർത്താം. അപ്പോൾ നമുക്ക് നോക്കാം. മെയിനായിട്ട് ക്രസുല്ല വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ യോണിയം വിഭാഗത്തിലുള്ളവരും സീഡംസിനെയാണ് നമുക്ക് ബോൺസായി ആക്കി വളർത്താൻ പറ്റിയ സക്കുലൻ പ്ലാന്റുകൾ. ഇതൊക്കെ ക്രസുല്ല വിഭാഗത്തിൽപ്പെട്ട ഡിഫറെൻറ്റ് പ്ലാന്റ്സാണ്. ഇത് കണ്ടോ, ഒരു ജേഡ് ഫാമിലിയാണ് ഈ ക്രസുല്ല എന്ന് പറയുന്നത്. കണ്ടോ, ഇവർ നല്ല ഒരു സ്ട്രക്ചർ വരും. അവർ ബോൺസായി സ്ട്രക്ചറിൽ നന്നായി വളർന്നു വരുന്ന പ്ലാന്റ്സാണ് ഇവർ. കുഞ്ഞു പോട്ടാണ് ഇത്. 2 ഇഞ്ച് പോട്ടിലാണ് ഞാൻ ഇവരെ വളർത്തിയിട്ടുള്ളത്. ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അപ്പോൾ നിറയെ ബ്രാഞ്ചസ് ആയിട്ട് വരും. നല്ല തടിയായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, കമ്പികളൊക്കെ കെട്ടിക്കൊടുത്താൽ അവർ നല്ല ഷേപ്പിൽ വരും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ജേഡ് ഫാമിലിയാണ്. ഇതൊരു വേരിഗേറ്റഡ് ജേഡാണ്, നോർമൽ ജേഡല്ല. ഇതൊരു വേരിഗേറ്റഡ് ജേഡാണ്. ഇത് ലക്കി ജേഡാണ്. ഇത് നോർമൽ ജേഡ് ആൻഡ് ഇത് ഓഗേഴ്സിയർ ജേഡ്. ഇത് 3 ജേഡ് ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് ബോൺസായി ആക്കാൻ പറ്റുന്ന ഒരു വിഭാഗക്കാരാണ്. ഇവരാണ് ഇയോണിയംസ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് എന്താ ചെയ്യുക, എങ്ങനെയാണ് ഇവരെ പ്രൂൺ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണാം. ഇത് ഇയോണിയം പ്ലാന്റാണ്, വേറൊരു വെറൈറ്റി ഇയോണിയമാണ്. ഇയാളെയും നമുക്ക് ബോൺസായി ആക്കി വളർത്താം. കണ്ടോ, അതിൻ്റെ ഒരു സ്റ്റെമ്മ് കണ്ടോ. ഇതുകൊണ്ടാണ് ഇവരെ ബോൺസായികളാക്കാൻ പറ്റിയ ചെടികളാണെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെമ്മ് കാരണമാണ്. ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത, ഇതിൽ 2 ടൈപ്പ് ഓഫ് ബോൺസായി ആക്കാൻ പറ്റിയ 2 സക്കുലൻസാണ് ഇതിലുള്ളത്. ഒന്ന് നമ്മൾ ആദ്യം കണ്ട ക്രസുല്ല ഒവാറ്റ, ഒന്ന് ഇയോണിയം. അപ്പോൾ നന്നായി പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവരിൽ നിറയെ ബ്രാഞ്ചസ് വരും. പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ പല വെറൈറ്റികൾ യൂണിയത്തിൽ വരുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇയോണിയത്തിൻ്റെ തന്നെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് പ്രൂൺ ചെയ്ത പ്ലാന്റാണ്. പ്രൂൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിറയെ ബ്രാഞ്ചസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവും. ഇതും കണ്ടോ, നല്ലൊരു ബോൺസായി ആയിട്ട് വളർത്താവുന്ന പ്ലാന്റ്സാണ്. ഇതൊക്കെ യൂണിയംസിൽ പെട്ട പ്ലാന്റ്സാണ്. ഇതിന് നല്ല സൺലൈറ്റ് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഫുൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വരും. ഇപ്പോൾ ഇത് കുറച്ച് ഷെയ്ഡിൽ ഇരുന്നതുകൊണ്ടാണ് ഇതിന് കുറച്ച് ഗ്രീൻ കളറ് ബാധിച്ചിട്ടുള്ളത്. സക്കുലൻസിന് എപ്പോഴും കളർ കിട്ടുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണ്. ഈ സക്കുലൻസിൻ്റെ ഈ കളറെന്ന് പറയുന്നത് അവർ സൺലൈറ്റ് തടുക്കാൻ വേണ്ടിയിട്ട് അവരിലുണ്ടാകുന്ന ഒരു ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ളൊരു കളറാണ്. നമ്മൾ സൺസ്ക്രീനൊക്കെ തേക്കുന്നത് പോലെ അവർക്ക് ആ സൺലൈറ്റിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു കളേഴ്സാണ് ഈ ഡാർക്ക് കളേഴ്സ് കേട്ടോ സക്കുലൻസിന്. അപ്പോൾ നല്ല കളർഫുൾ സക്കുലൻസിന് എപ്പോഴും നമ്മൾ നല്ല സൺലൈറ്റിലാണ് വെക്കേണ്ടത്, അതുകൂടി ഓർമ്മിക്കണേ. ഇതിൽ ഇനിയൊരു വിഭാഗക്കാരാണ് ഇവർ. പക്ഷേ ഇവർ വലുതായിട്ടില്ല, ഒത്തിരി വലിയ പ്ലാന്റ് അല്ല. കണ്ടോ,
അധികം വണ്ണം വെക്കില്ല. മറ്റ് പ്ലാന്റ്സിൻ്റെ അത്രയൊരു വണ്ണം ഉണ്ടാവില്ല. മറ്റ് ഇയോണിയംസ് പെട്ടെന്ന് വണ്ണം വയ്ക്കും, ഇവരത്ര പെട്ടെന്ന് വണ്ണം വയ്ക്കില്ല. പക്ഷെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഇടയിലിടയിൽ വരും. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ ബോർഡറൊക്കെയുള്ള ഒരു നല്ല വെറൈറ്റി കളറിലുള്ള ഒരു കിവി ആണ്. ഇയോണിയം കിവി എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു പ്ലാന്റ് ഇതിനും നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കളേഴ്സ് പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ ഏതൊരു സക്കുലൻറ്റിനും ഇൻഡയറക്റ്റ് സൺലൈറ്റ് 3 to 4 hours മസ്റ്റായിട്ടും കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ നന്നായിട്ട് വളരുള്ളൂ. സൺലൈറ്റും വെള്ളവും കറക്റ്റായാൽ മാത്രം അവർ വളരില്ല. പിന്നെ എന്താ വേണം, നല്ലൊരു പോട്ടി മിക്സും അവർക്ക് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സ് കണ്ടോ, ഒരുപാട് കട്ടിയാവാത്ത പോട്ടി മിക്സാണ്. കണ്ടോ, തരി തരിയായിട്ടുള്ള കുറേ കരിയിലകളും മുട്ടത്തോട് പൊടിച്ചതും ഒക്കെ നമുക്ക് ഇവർക്ക് വളമായിട്ട് കൊടുക്കാം. ഞാൻ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് കോക്കോപ്പിറ്റ്, പിന്നെ ഇഷ്ടിക പൊടിച്ചതോ മണലോ എന്തെങ്കിലും ഒന്നും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലാണ് നട്ട് വയ്ക്കുന്നത്. റീപോട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ മിശ്രിതങ്ങൾ തന്നെ കൊടുക്കാം. അടുത്തൊരു ഇയോണിയം പ്ലാന്റ് ആണ് ഇതാണ് ഇയോണിയം സൺകപ്പ്. ഇയോണിയം സൺകപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവർക്കും സെയിം തന്നെയാണ്, അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് ബോൺസായികളാക്കി വളർത്താം. പക്ഷെ ഒരുപാട് സ്റ്റെമ്മിന് കട്ടി വയ്ക്കില്ല. നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയാണ് ഇവരെയും കാണാൻ. ഇയോണിയം സൺകപ്പ്. ഇപ്പോൾ ഇയോണിയത്തിൽ തന്നെ നമ്മളൊരു കുറേ വെറൈറ്റികൾ കണ്ടില്ലേ. ഇവരെയൊക്കെ നമുക്ക് എല്ലാ ഇയോണിയംസിനെയും നമുക്ക് ബോൺസ്. അപ്പോൾ ഇനിയും സീഡം പ്ലാന്റ്സും അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കുറച്ച് ജേഡ് വെറൈറ്റീസും അതുപോലെ കുറച്ച് ഇയോണിയം വെറൈറ്റീസും ബോൺസായി ആക്കി വളർത്താവുന്ന കുറച്ച് പ്ലാന്റ്സ് അല്ലേ, അതിനെക്കുറിച്ചാണ് കണ്ടത്. അപ്പോൾ കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.